വാപ്പ കൊണ്ടുവന്നത് ഹലാലായ രീതിയിലാണ്. അടുക്കളയിൽ കൊണ്ടുവച്ച് ഉമ്മ മനോഹരമായി ബീഫ് കറി വെച്ചു. ഉച്ച നേരത്ത് വാപ്പയും ഉമ്മയും മക്കളും ചേർന്ന് ഭക്ഷണം കഴിക്കുക. എവിടെയും ഹറാമായ ഒന്നും ചേർന്നില്ല. അപ്പോഴും ഇസ്ലാം പറയുന്നു, ഹലാലായതിനെ ചേർത്ത് വെച്ച് നീ ഭക്ഷണം കഴിക്കുമ്പോഴും നിന്റെ അയൽവാസി മാന്യമായി ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ നിനക്കിത് കഴിക്കൽ പോലും നല്ലതല്ലെന്ന് പഠിപ്പിച്ചവർ. അവിടെ നിന്നാണ് നമ്മൾ വിദൂരത്തുള്ള ബന്ധങ്ങളെ ആകർഷിക്കുമ്പോൾ അവനവന്റെ വീട്ടിലെ തൊട്ടടുത്ത ആളുകൾ ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിൽ പരസ്പരം ചേർന്നിരിക്കാൻ കഴിയാത്തവർ. 100,000 വാട്സാപ്പ് ഗ്രൂപ്പാണ് നമുക്കിടയിൽ. ഫാമിലിക്കുള്ളിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പൊ TP ഫാമിലി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, ഭയങ്കര സന്തോഷം. അതിന്റെ ഉള്ളിൽ മറു ഗ്രൂപ്പ് ഉണ്ടാവും, അനിയത്തിയും പെങ്ങളും മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ഉപഗ്രൂപ്പ് ഉണ്ടാവും, ഈ പേരമക്കൾ മാത്രം വരുന്ന ഗ്രൂപ്പ് ഉണ്ടാവും. ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകൾ ഉണ്ടായി ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാലമാണ്. അവിടെ നല്ല മനുഷ്യനാവുക എന്നതാണ് ഓരോ മുസ്ലിം ലീഗുകാരന്റെയും എക്കാലത്തെയും മനോഹരമായ സ്പേസ്. അത് വാട്സാപ്പ് കൂട്ടായ്മയിലാണെങ്കിൽ അങ്ങനെ എവിടെയാണോ നന്മയുണ്ടാകുന്നത് അവിടെ ചേർത്തിരിക്കാൻ കഴിയും. അപ്പം വിദൂരത്തുള്ള മനുഷ്യനെ ആകർഷിക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ നിന്റെ ചുറ്റുപാടുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്നവൻ ഒരുപക്ഷെ അയൽവാസിയായിരിക്കാം. അവന്റെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ നമുക്ക് പ്രശ്നമില്ല. ഒരു പ്രയാസമുണ്ടാവും ഓടിയെത്തുന്നവൻ അവനാണ്. അത്തരം മനുഷ്യരെയും കൂടി നമ്മൾ ചേർത്ത് നിർത്താൻ കഴിയേണ്ടതുണ്ട്. 14 ജില്ലയിലെ മനുഷ്യർ ഇങ്ങനെ സ്നേഹബന്ധങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. എന്നോട് സംഘാടകർ എന്നിട്ട് പറഞ്ഞു, ഒരുപാട് ആളെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇവിടെ എത്രയോ മനുഷ്യരുണ്ട് എന്നതല്ല. ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പഴഞ്ചൊല്ലുണ്ട്, മോർ ഹ്യൂമൻ ബട്ട് ലെസ് ഹ്യൂമനിറ്റി എന്നാണ്. ഒരുപാട് മനുഷ്യരുണ്ട്, പക്ഷേ മനുഷ്യത്വമുള്ള ആളുകൾ കുറവാണ്. അതുകൊണ്ടൊരു പരിപാടിയിൽ 100,000 ആളുകൾ പങ്കെടുക്കുന്നോ എന്നില്ല. ഹൃദയം കൊണ്ട് കേൾക്കാൻ കഴിയുന്ന 10 മനുഷ്യരുണ്ട് എന്നതാണ്. എങ്കിൽ നിങ്ങൾ ആ 10 മനുഷ്യരിൽ പെട്ടവരാണ് എന്ന് ഞാൻ അഭിമാനബോധത്തോടുകൂടി പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നാട്ടിൽ 100,000 കല്യാണമാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ റമദാൻ വരുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും കല്യാണം. ആ കല്യാണങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒന്ന് പരസ്പരം കാണാൻ, പരസ്പരം സങ്കടങ്ങൾ പറയാൻ, പരസ്പരം ചേർത്തിരിക്കാൻ, നല്ല മനുഷ്യനായി വേർതിരിഞ്ഞു പോകാൻ. ഞാൻ അവസാനിപ്പിക്കാം. സമീപകാലത്ത് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളതായിരുന്നു കോവിഡ് എന്ന് പറയുന്ന ഒരു കാലം. കൊറോണ, കണ്ണുകൊണ്ട് കാണാത്തൊരു വൈറസ്, ആരും കാണുന്നില്ല, ഭയങ്കര പ്രതിസന്ധിയാണ്. അതിൽ ഏറ്റവും സങ്കടകരമായി തോന്നുന്നത് ഭാര്യ ഭർത്താവിന് മെസ്സേജ് അയക്കും, എന്റെ നാട്ടിൽ വരുന്നില്ലേ, കാണാൻ പൂതിയായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഭാര്യ ഭർത്താവിന് ചിലപ്പോൾ കളവൊക്കെ പറയും, മക്കൾ വല്ലാതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഉപ്പാനെ കാണാൻ. സത്യത്തിൽ മക്കൾക്കൊന്നല്ല കാണണ്ട്, ഭാര്യക്കാന്ന് കാണേണ്ടത് ഭർത്താവിനറിയാം. അങ്ങനെ കൊഞ്ചി കൊഞ്ചി ഭർത്താക്കന്മാരെ വിളിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നത് കാണണ്ടായിരുന്നു. എന്നാൽ കോവിഡ് സമയത്ത് ഈ സാധു ഭർത്താവ് വിളിക്കുന്നു പറയാനും ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഭാര്യ എന്തിനാണ് എന്നാ വന്നിട്ട് വേണ്ട മലമണിക്കാരോ ഒരേ വ്യക്താണോ ചോദിക്കാൻ. സത്യത്തിൽ ഭർത്താവ് വരുന്നുള്ള ഭയമാണോ? എല്ലാ കൊറോണയെന്നാണ് എനിക്ക് വരുമോ എന്ന് ഭയമാണ്. ഏറ്റവും ഇഷ്ടമാരോടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്റെ വാപ്പാനോട് പറയും, എന്റെ ഉമ്മാനോട് പറയും, എന്റെ ഭർത്താവിനോട് പറയും. പച്ചക്കളവാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാരോടാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാരോടാണ്? മോളോട്. സത്യം.